നമ്മൾ പെണ്ണുങ്ങൾ അണിച്ചിട്ട് ഒരുത്തരുത് അവർ കളതാ വീട്ടിൽ ലൈനാക്കി വരണേ. ഇയാൾ എങ്ങടാ ഈ പോണേ? റോഡല്ലേ അത് ശരി. നിക്ക് നമ്മുടെ കള്ളത്തരം ആ പോണവൻ കണ്ടുപിടിച്ചോന്ന് സംശയം. താൻ ഇങ്ങനെ തുറന്നു പിടിച്ച നീ ആൾക്കാർ സംശയിക്കില്ലേ? മൂടട്ടെ ഡ്രൈവർ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്. ആരെ ഇറങ്ങാൻ സമ്മതിക്കരുത് വഴിക്ക്. സാറേ ഞങ്ങളൊരു കല്യാണത്തിന് പോവുകയായിരുന്നു. കവിതയെ തട്ടിക്കൊണ്ടുപോരെ ഉടൻ അറസ്റ്റ് ചെയ്യുക. കവിതയെ തട്ടിക്കൊണ്ടുപോരെ ഉടൻ അറസ്റ്റ് ചെയ്യുക. എന്താ ജീപ്പിലേക്ക് എത്തി നോക്കുന്നത്? കൈയിട്ടാ നോക്ക കൂട്ടിക്കൊണ്ടു വരണോ പൊക്കോ? വെയിറ്റ് നോക്കാൻ പറ്റണോ? രണ്ടും കൂടി കള്ളുഷാപ്പ് ഒന്ന് മാറിക്കല്ലാരും. എന്റെ വിദ്യാലയത്തിന്റെ പ്രതിച്ഛായനങ്ങൾ തകർത്തില്ലേ? ഈ വർഷം 100% വിജയം ഞാൻ എങ്ങനെ കൊയ്യും? കൊയ്യുന്ന വയലിൽ പോയി കൊയ്യാൻ മതി. അവന്റെ ഒരു പേക്കാരുടെ കുന്തം ഇതറിയാവൂടാ. അങ്ങോട്ട് നോക്കടാ. ഇങ്ങോട്ട് പറത്തിയിട്ട 3 വീതികൾ ഇങ്ങോട്ട് നോക്കടാ. ഇവിടെ നോക്ക്. ഇന്നാണോ കുട്ടികളെ പഠിപ്പിക്കുന്ന മത്തങ്ങാ മുഖം? അറിയാവൂടാ. ഇവിടുത്തെ അധ്യാപകരാണ്. ഇവിടെ വാ. അങ്ങോട്ട് ചെയ്യടാ. എന്നെ അറിയാവോ? അറിഞ്ഞൂടാ. ഇടിക്കുള്ള അധികം അറിയാം. ഇരുട്ടുമ്പം അങ്ങ് വന്നേരെ. പോലീസുകാർക്ക് ട്യൂഷൻ എടുക്കാൻ പോയതാണ്. തല പൊട്ടിന്ന് തോന്നേ. ഓ നീ ആരാടാ മണവാള ചേർക്കണം? ഊരണമാല അപ്പം മരിക്കാൻ നേരത്തെ കഴിച്ചിട്ട് വന്നതാ. ഏതായാലും ചാൻ പോകണം. മാല ടൂരി കൊടുത്താളാ. എന്നാ സാറേ എന്നാ കഴിവുറ മക്കളെ സത്യം പറഞ്ഞോണം. എവിടെ കവിത? എനിക്കറിയില്ല സാറേ. എവിടാ? എനിക്കറിയില്ല സാർ. കഴിവുറ മോനെ സത്യം പറഞ്ഞിലേക്ക് ചവിട്ടിന്റെ എല്ലിയാ ഓടിക്കും. എന്നെ അറിയാമല്ലോ. പിന്നെ അറിയില്ല. ആരാ തട്ടിക്കൊണ്ട് പോയത്? ഫയൽമാൻ. ഏത് ഫയൽമാൻ? ഞാൻ കൂടെ താമസിക്കുന്ന ഫയൽമാൻ. എന്താണ് പേര്? വിഘ്നേശ്വരൻ പിള്ള. ഈ അക്കൗണ്ട് 1,67,023 രൂപ കണ്ടാ പോരല്ലോ. സാർ ഞാൻ ശരിക്കും കൂട്ടിയിട്ടാണ് വരുന്നത്. ഓഹോ, താൻ ഏതുവരെ പഠിച്ചു? ബികോം. എന്നിട്ടാണോ ഇങ്ങനെ തെറ്റിച്ച് കണക്ക് കൂട്ടുന്നത്? പോയി ശരിക്കും കൂട്ടിയേച്ചു വരൂ. നിങ്ങൾ എന്തിനാ നിൽക്കുന്നത്? രണ്ടിലൊരു തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം. അങ്ങനെ പറയരുത് സാർ. എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷപ്പെടുത്തണം. ഷടാ, ചക്കാത്തിന് ചികിത്സിക്കാൻ ധർമാശുപത്രി ഒന്നും അല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഒന്നുകിൽ നിങ്ങൾ ഇതുവരെയുള്ള കാശ് അടച്ച് ഡിസ്ചാർജ് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഉടൻ തന്നെ ഓപ്പറേഷനുള്ള കാശ് അടയ്ക്കാം. രണ്ടിലൊന്നും ഉടൻ ചെയ്യണം. സാർ, ഒരാഴ്ചക്ക് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി തരാം. ഓപ്പറേഷൻ മുടക്കരുത് സാർ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ബോംബെയിൽ നിന്ന് വരുന്ന ഡോക്ടർ മുഖർജി
ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറണമെങ്കിൽ ലക്ഷങ്ങളാ പാക്കറ്റ് വെച്ച് കൊടുക്കേണ്ടത്, അറിയാമോ? എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങൾ സമയം കളയാതിൽ ഒപ്പിട്, എനിക്ക് വേറെ ജോലിയുണ്ട്. ആ ഫയൽമാൻ ബോംബെയിലോ മറ്റോ മുങ്ങിക്കാണും. പക്ഷേ ശ്രീകുമാർ, നിങ്ങളുടെ വേലക്കാരിയും ഡ്രൈവറെയും ചോദ്യം ചെയ്തിട്ട് ഒരു തുമ്പും വാലും കിട്ടിയിട്ടില്ല. ക്ഷമിക്കണം, നിങ്ങളുടെ വീട്ടിൽ വല്ല വഴക്കോ പിണക്കവോ വല്ലതും? സാർ, അതിന് വഴിയില്ല. ഒരുപക്ഷെ വരൻ IAS കാരനായതുകൊണ്ട് വല്ല രാഷ്ട്രീയ വൈരാഗ്യമോ അങ്ങനെ വല്ലതും. അങ്ങനെയാവാനും സാധ്യതയുണ്ട്. എന്തായാലും അമ്മ അസുഖം ഭേദമാട്ടെ. സാർ, എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കണം സാർ. അമ്മാവൻ ജീവിക്കുന്നത് തന്നെ കവിതയ്ക്ക് വേണ്ടിയാ. ബോധം വരുമ്പോഴേക്കും അവളെ കണ്ടിട്ടില്ലെങ്കിൽ. ഡോൺ ബി സില്ലി, നമുക്ക് അന്വേഷിക്കാടോ. പിന്നെ ആ കൂട്ടുകാരുടെ പേരെന്തുവാ? സുമതി. സുമതി. ഞങ്ങൾക്ക് ചില സത്യങ്ങളൊക്കെ അറിയാനുണ്ട്. കവിതയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ നിലയ്ക്ക് സുമതി ഞങ്ങളെ സഹായിക്കില്ലേ? അതിനെന്താ സാർ, തീർച്ചയായും. മോൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേക്ക്. അവൾ എല്ലാ കാര്യങ്ങളും സുമതിയോട് തുറന്നു പറയാറില്ലേ? ഉവ്വ്. കവിതയ്ക്ക് ആരെങ്കിലുമായി എന്തെങ്കിലും ബന്ധങ്ങളുണ്ടായിരുന്നോ? ഐ മീൻ ഈ ലവ്? പ്രത്യേകിച്ച് അങ്ങനെ ആരോടും ബന്ധമുള്ളതായി എനിക്കറിയില്ല. ആ, ഏതോ ഒരു തമ്പുരാനെ കുറിച്ച് അവൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഏത് തമ്പുരാൻ? ഏതോ ഒരു പൊന്നു തമ്പുരാൻ. അവൾ അങ്ങനെയാ പറയാറ്. ആരാത്? സംസാരിക്കാറുണ്ടെന്നും ഒക്കെ അവള് പറയുമായിരുന്നു. ഞാനത് തമാശയായിട്ട് എടുത്തിരുന്നേ. കല്യാണ ദിവസം പെൺകുട്ടി തട്ടിക്കൊണ്ട് പത്രത്തിൽ കണ്ടില്ലേ? ആ കുട്ടിയാണത്രേ. ആഭരണങ്ങളൊക്കെ തട്ടിയെടുത്ത് കൊന്നു പുഴയിലെറിഞ്ഞതാവും. ഇതിപ്പോ ഒരു പതിവായിരിക്കുക. പിന്നല്ല ഒന്ന് മാറി പിള്ളേരെ, ഒന്ന് മാറി, ഒന്ന് മാറി. കുഞ്ഞേ, അഴിമുഖത്തൊരു ശവം, അഴിമുഖത്തൊരു പെൺകുട്ടിയുടെ ശവം പൊന്തിയിട്ടുണ്ടത്രേ. നാട്ടുകാരെ മുഴുവൻ പറയണത് നമ്മുടെ കവിതക്കുഞ്ഞിൻ്റെതാണെന്നാ. രാവണിട്ടും കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. എന്തായാലും അമ്മാവൻ അറിയണ്ട. വാ, നമുക്കൊന്ന് പോയി നോക്കാം. പോകാം. പുഴയൊരു കൊലപാതകം എഴുതിയാലോ ഒരു എരിവും വിളിക്കുണ്ടാവും. ഇല്ലെങ്കിൽ മണൽത്തരികളുടെ രോമാഞ്ചം എന്നാക്കിയാലോ? ഫോട്ടോ എടുത്തോളൂ. ഈ മണൽത്തരികളിലായിരുന്നിരിക്കണം ആ കുട്ടി അവസാനമായി ഇരുന്നത്. അങ്ങോട്ട് മാറിക്കടാ, ഇത് വേറെ കേസാ. അവൾക്കൊന്നും സംഭവിക്കില്ല. പിള്ളച്ചേട്ടൻ സമാധാനമായിട്ടിരിക്കും. ആ, എങ്ങനെ കഴിഞ്ഞിരുന്നവരാ നമ്മള്. ആട്ടെ, ചോദിക്കാൻ മറന്നു, ഇപ്പോ എവിടെയാ താമസം? അതൊന്നും പറയാതിരിക്കാവും നല്ലത്. ഒരു വാടക വീട്ടിലായി ഇപ്പോഴത്തെ താമസം. കഷ്ടം.
സ്റ്റോപ്പ് ഇറ്റ്. റിവേഴ്സ്. വന്ന കഴിവുറ മോനെ നീയാണല്ലേ? സാർ അത് കവിതയുടെ വരനാണ്. IAS ഓഫീസർ മിസ്റ്റർ പ്രഫുല്ലകുമാർ. IAS ഓഫീസർ. ഇവൻ ഇന്റർനാഷണൽ ഫ്രോഡാ. അയച്ചോട്ട് പറയാം, ഉടനെ അത് മാറ്റണം കേട്ടോ. SI ഇടുക്കുള്ള സാറ് എന്റെ ഒരു ഫ്രണ്ടാണ്. ലോക്കപ്പ് മർദ്ദനത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു ഏകാംഗ കമ്മീഷൻ വേണോന്ന് പറഞ്ഞു. ഞാനാണ് ഏകാംഗം. വരട്ടെ സാറേ, എന്നെ എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കണം. അയ്യോ നോ 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 നോ. അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക. ഇരിക്കെ. കുടിക്കാൻ ചായയോ കാപ്പിയോ? അയ്യോ ഒന്നും വേണ്ട. മിസ്റ്റർ പ്രഫുല്ലകുമാർ IAS. അതെ, പേര് കൊള്ളാം. സാറൊന്ന് എഴുന്നേറ്റേ. പണ്ട് പാലക്കാട് കൽപ്പാത്തി വെച്ച് ഒരു ബ്രാഹ്മണ പെൺകുട്ടിയെ സാർ കല്യാണം കഴിച്ചില്ലേ? അത് കൽപ്പാത്തിയല്ലേ സാർ, ആലത്തൂര. ആലത്തൂര്. അന്ന് എന്തായിരുന്നു സാറിന്റെ പേര്? ഹരിഹരയ്യർ. തൊഴിൽ? ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഏത് വർഷത്തിലായിരുന്നു കല്യാണം? 1975 ഡിസംബർ 30 വ്യാഴാഴ്ച. വ്യാഴാഴ്ചയോ? അല്ല, വെള്ളിയാഴ്ച. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സാർ. അവള് രക്ഷപ്പെട്ടു. ഇപ്പൊ ജർമ്മനിയില സുഖ ജീവിതമാ. ഓഹോ, കോട്ടയത്തുനിന്ന് സാറ് കല്യാണം കഴിച്ചില്ലേ? അത് പ്രോപ്പർ കോട്ടയല്ല, പരിപ്പില. പരിപ്പ് കേസിലെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതാ. എല്ലാത്തിനും സമയം നന്നാവണ്ടേ. അന്നാരായിരുന്നു? അന്ന് ആരായിരുന്നു? സൈക്യാട്രിസ്റ്റ് ഡോക്ടർ മാത്യു കുരുവിള, MBBS, MD, FRCS, ലണ്ടൻ. അപ്പൊ മലപ്പുറത്തിനടുത്ത് മഞ്ചേരിയിൽ നീട്ടിയ വേഷം എന്തുവാടാ? സാറിന്റെ ഒരു ഓർമ്മശക്തി. അറബിയുടെ, സാക്ഷാൽ അറബിയുടെ ഷേഖ് അബ്ദുൽ ജമാലുദ്ദീൻ, ജലാലുദ്ദീൻ, നാസറുദ്ദീൻ, ബദറുദ്ദീൻ ഷാ. ആ പെങ്കൊച്ചിന്റെ പേരെന്തുവാടാ? ഫൗസിയ. ഫൗസിയ. ഒരു മണിയറക്കള്ളൻ നാടൊട്ടുക്ക് നടന്ന് തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേരെ കല്യാണം കഴിച്ച് തെരുവിലാക്കലാ നിന്റെ പണി. വന്ന കഴിവുറ മോനെ, സത്യം പറഞ്ഞോണം. എവരുടെ കവിത? എനിക്കറിയില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ കൂമ്പിടിച്ചാൻ പാട്ടും. എവരുടെ കവിത? എനിക്കറിയില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ ഈർക്കിലി ഈർക്കിലി. അയ്യോ, സത്യമായിട്ടും അവരെ തട്ടിക്കൊണ്ടുപോയത് ഞാനല്ല. അറിയാവേ സാറിന് എന്നെയും എനിക്ക് സാറിനെ വർഷങ്ങളായിട്ട് അറിയാം. ഞാൻ ഇതുവരെ സാറിനോട് നുണ പറഞ്ഞിട്ടില്ല. ഈ പ്രഫുല്ലകുമാർ കളവ് പറയില്ല. തട്ടിക്കൊണ്ടുപോയത് ഞാനല്ല സാർ. സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നെ വിശ്വസിക്കണം സാർ. സാർ സാർ എന്നെ വിശ്വസിക്കണം സാർ. ഞാനല്ല സാർ. എന്നെ രക്ഷിക്കണം സാർ. സാർ ഞാനല്ല സാർ.